ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ എന്താ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 2 പൈല സെറ്റ് ചെയ്തിട്ടുണ്ട്. ലവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ കരുതുക. ഓക്കെ, സ്റ്റിൽ ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നത് എടുക്കുക, അല്ലാത്തത് ലീവ് ചെയ്തേക്കുക. ഓക്കെ, പ്രഷർ ചെയ്ത് നോക്കണ്ട. ഓക്കെ, പൈല് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ഇൻറ്റ്യൂട്ടീവ്ലി മാത്രം എടുക്കുക, റാൻഡംലി എടുക്കരുത്. ഓക്കെ, 1 2. ഓക്കെ, അപ്പോൾ നമുക്ക് പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ബ്ലൂ ബാൻഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ്. ഓക്കെ, പൈൽ നമ്പർ 1 ആദ്യം ഞാൻ കുറച്ച് മെസ്സേജസ് എടുക്കുകയാണേ. കാട് കുറച്ച് തറയിൽ വീണിട്ടോ. ഓക്കെ, ഫയൽ നമ്പർ 1. ഫയൽ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജസ് ഇങ്ങോട്ട് മാറ്റി വെക്കാമേ, നമുക്ക് നോക്കാം. നമുക്ക് ബാക്കി കാർഡ്സുകൾ എടുത്തിട്ട് റീഡ് ചെയ്യാമേ. ഫയൽ നമ്പർ 1. What this person, okay, what this person feel about. ഓക്കെ, നമുക്ക് ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. Ace of Swords, King of Pentacles, wow, 5 of Pentacles, okay, Justice, okay, 5 of Swords in reverse, Chariot, Knight of Cups, again Ace of Swords. എന്താണ് ഇവിടെ നടക്കുന്നത്? പേജ് ഓഫ് കപ്സ്. ഓക്കെ, നമ്മുടെ മെസ്സേജസ് എന്താണെന്ന് കൂടി നോക്കിയേക്കാം. ഓക്കെ,
Let's work on our dreams together. I hope you will forgive me soon. I want to reconcile. Wow. Pile number one. റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഹോപ്പ്ഫുള്ളായ ഒരു റീഡിംഗ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഭയങ്കര സ്റ്റേബിളായ ഒരു എനർജി ഇവിടെ ഉണ്ട്. കാരണം കിങ് ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് പെൻഡക്കിൾസ്, പെൻഡക്കിൾസ് എനർജി എന്ന് പറയുന്നത് തന്നെ സ്റ്റെബിലിറ്റി കാണിക്കുന്നു. ഗ്രൗണ്ടഡ് ആയ എനർജിയാണ്. എർത്ത് സൈൻസ് ആണ്, ടോറസ്, വിർഗോ, കേപ്രിക്കോൺ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഏസ് 2 തവണ വന്നു. ഏസ് ഓഫ് സോർഡ്സ് അഗെയിൻ ഇവിടെയും വന്നു. ഓക്കെ, അപ്പോൾ ഈ കണക്ഷനെ വളരെ പാഷനേറ്റായ ഒന്നായിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട്, പാഷനുണ്ട്. ഒരു ആക്ഷൻ എടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ആക്ഷൻ എടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്, ചാരിയറ്റ് ഉണ്ട്, പിന്നെന്താ വേണ്ടേ? വാവ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചെയ്യണം എന്നൊക്കെ ഒരു കോൺഫിഡൻസ് സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളോട് ഫ്ലേർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരാളാണിത്. ആത്മവിശ്വാസത്തോടു കൂടി ഈ കണക്ഷനെ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഷ്യൂറിറ്റി ആവശ്യമുണ്ട്, ഒരു ഉറപ്പ് വേണം ഈ പേഴ്സണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗ്രൗണ്ടഡ് ആയ എനർജിയാണ് വന്നിരിക്കുന്നത് മൊത്തം. പിന്നെ ഈ ഒരു കാർഡ്, ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ സൂൺ. അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെയുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ആക്ഷൻ എടുക്കാൻ താല്പര്യപ്പെടുമ്പോൾ അത് നോക്കിയും കണ്ടുമൊക്കെ വേണമെന്ന് ഈ വ്യക്തി ചിന്തിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് സൈൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവും. സോ ആക്ഷൻ എടുക്കാൻ ഒരു മടിയുണ്ട്, പക്ഷേ ഉള്ളിലത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ എനർജി എന്ന് വെച്ചാൽ ഫണ്ണുണ്ട്, പാഷനുണ്ട്. ബട്ട് അതൊരു ലോങ് ടേം കാര്യമായിട്ട് കൊണ്ടുപോകണം, കണക്ഷൻ സ്റ്റേബിൾ ആക്കണം എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അതിന് കുറച്ചുകൂടി സമയം വേണമെന്ന് ഈ വ്യക്തിക്ക് അറിയാം. ഓക്കെ, ജസ്റ്റിസ് കാർഡ് എന്ന് പറഞ്ഞാൽ ലിബ്രയുടെ കാർഡാണ്. സോ കുറച്ച് സമയം വേണമെന്ന് ഈ വ്യക്തി. അപ്പോൾ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ്റെ കുറവുണ്ട് ഈ റിലേഷൻഷിപ്പിന്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ അത് മാറ്റിയില്ലെങ്കിലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള പോലെ തന്നെ ഫൺ, പാഷൻ, എലമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഈ കണക്ഷൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പക്ഷെ അത് ഗ്രൗണ്ടഡ് ആയിട്ട് മാറുന്നില്ല. അപ്പോൾ ഇപ്പോൾ കറൻ്റ് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ പല കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നു, സ്വന്തമായി ഡിസിഷൻ എടുക്കുന്നു, സ്വന്തമായി ഓരോന്ന് ചെയ്യുന്നു, സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, അതിലൊരു മാറ്റം ഉണ്ടാവണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങളുടെ കൂടി ഒരു ഇൻവോൾവ്മെൻറ്റ് വേണമെന്ന്. ഇത് തീരുമാനം എടുക്കുന്ന ആളാണ്. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടി വേണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ജീവിതം ഒറ്റയ്ക്ക് കൊണ്ടുപോവുകയാണ്, ബിസിയാണ്, എൻഗേജ്ഡാണ്. റിലേഷൻഷിപ്പിലൊന്നും അധികം ശ്രദ്ധ കൊടുക്കാനൊന്നും സമയം കിട്ടാത്ത പോലെ. അപ്പോൾ നിങ്ങൾ തമ്മിൽ എത്ര സംസാരിച്ചിട്ടുണ്ടെന്നൊന്നും പരസ്പരം അറിയാവുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതെല്ലാം ഉള്ളിലെ തോട്ട്സാണ്. ഓക്കെ, അപ്പോൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, എന്തെങ്കിലും ഡിഫറൻസസ് ഉള്ളവരായിരിക്കാം. ഈ വ്യക്തി ഇപ്പോൾ അഥവാ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ അവിടെയും കുറച്ച് ജഗിൾ ചെയ്യുന്ന പോലെയാണ്. കരിയർ, ഫിനാൻസ്, അതിലൊക്കെയാണ് ശ്രദ്ധ. ഓക്കെ, ഫോക്കസ് അതിലേക്കാണ്. പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ലേണിംഗ് പ്രോസസ്സിൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്ന പോലെ, ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജി.
പേഴ്സണൽ ഗ്രോത്താണ്, അതായത് ഓക്കെ, പേഴ്സണൽ ഗ്രോത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് ഹെൽപ്ലെസ് ആയി പോകുന്ന ഒരവസ്ഥ പോലെ. ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്നു, പക്ഷേ ഇത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. ഇൻറ്റ്യൂട്ടീവ്ലി എനിക്ക് കിട്ടുന്നത്, നിങ്ങളെപ്പറ്റി 2-3 കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മൈൻഡിലുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. ആ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ കംപ്ലീറ്റ്ലി ഇത് മനസ്സിൽ നിന്ന് കളയാത്തത്. നമുക്ക് എന്തായാലും നോക്കാം. ഇത് കംപ്ലീറ്റ്ലി ആക്ഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ ഇത് തോട്ട്സാണ്. ഇപ്പോൾ കറൻ്റ് ഉള്ളിൽ നടക്കുന്ന തോട്ട്സാണ്. എന്നാലും എനിക്ക് ആക്ഷൻ എന്താണെന്നൊന്ന് അറിയണം. മൈ ഗുഡ്നസ്, വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഓക്കെ, അപ്പോൾ വേൾഡ് കാർഡ് വന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. രണ്ടുപേരും 2 ഡിഫറെൻറ്റ് വേൾഡിൽ നിന്ന് വരുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഫെയിലായി പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. കരിയറിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം പോലെയും കാണുന്നു ചില പേർക്ക്. അതായത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു ചിന്ത. ചിലപ്പോൾ ഈ വ്യക്തി കരിയറിൽ എന്തെങ്കിലും ഒരു സ്റ്റേജിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അപ്പോൾ അത് വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ചുറ്റുമുള്ള ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ടാവാം കരിയറിൻ്റെ കാര്യത്തിൽ, അത് നിനക്ക് പറ്റിയില്ല, സക്സസ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വ്യക്തിയെ പരിഹസിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ ഞാൻ പറയാൻ കാര്യം, 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ കരിയറിൽ ഇച്ചിരി പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഫോക്കത്തിരിക്കുന്നത് അതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് അത്ര ഫോക്കസ് ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കറൻ്റ്ലി. കരിയറിലൊന്ന് സെറ്റായി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിന് ശേഷമേ ആക്ഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ വളരെ പോസിറ്റീവായ റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫയലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, ഫയൽ നമ്പർ 2. ഈ ഒരു പിങ്ക് ബാൻഡ് ചൂസ് ചെയ്തവരുടെ റീഡിംഗാണ് അടുത്തത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്ക് ആദ്യം കാർഡ്സ് വയ്ക്കാം, എന്നിട്ട് റീഡ് ചെയ്യാം. മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. File number 2. Okay. Anyways, file number 2 in the situation. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്?
ഓക്കെ. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 5 of Swords. ഓക്കെ. അഗെയിൻ ഏസ് കാർഡ് ഉണ്ട്, ന്യൂ ബിഗിനിങ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 4 of Pentacles, സ്റ്റാർ കാർഡ് ഉണ്ട്, കിങ് ഓഫ് വോൺസ് ഉണ്ട്. ഓക്കെ. വീണ്ടും സ്റ്റാർ കാർഡാണല്ലോ വന്നത്. 3 of Wands, Nine of Pentacles, Knight of Cups, Nine of Swords. Ooh. ഓക്കെ. നമ്മുടെ കാർഡ്സ് എന്തൊക്കെയാണ് മെസ്സേജസ് വന്നിരിക്കുന്നതെന്ന് കൂടി നോക്കാമേ. You are no more needed in my life. Okay. I am trying to improve myself. My love is unconditional. Okay. ഇത് കുറച്ച് കണ്ണിങ് ആയ ഒരു എനർജിയാണ്. എന്നാൽ നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പെൻറ്റക്കിൾസ് എനർജി ആയതുകൊണ്ട് തന്നെ സ്റ്റേബിളായ എനർജിയാണ്. ഏസ് ന്യൂ ബിഗിനിങ്സ്, ഒരു ന്യൂ സ്റ്റാർട്ടിനെ കാണിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ കണക്ഷൻ ഒരു ഫ്യൂച്ചർ വേണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഫ്യൂച്ചർ റിയൂണിയൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും. ബട്ട് ഇവിടെ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ്. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നു. സ്ട്രോങ് തേർഡ് പാർട്ടി. പക്ഷെ നോട്ടം ഇങ്ങോട്ടാണ്. ഇതെന്ത് മനുഷ്യരാണല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിട്ട് കുറച്ച് നാളായി. മേ ബി ഇയേഴ്സ്, വർഷങ്ങളായിട്ടുണ്ടാവാം. ഇത് നല്ല ഈഗോ ഒക്കെ ഉള്ള ഒരാളാണ്. കാരണം സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സ്വയം ഞാനൊരു സ്റ്റാറാണ് എന്ന് വിചാരിച്ച് നടക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ലിറ്ററലി അവരൊരു സ്റ്റാർ ആയിരിക്കാം. ഓക്കെ. എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ടാലൻസ് ഒക്കെ ഉള്ളവരായിരിക്കാം. അങ്ങനെ സംതിങ്. അതായത് സ്റ്റാർസ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് എത്രയോ ലൈറ്റ് ഇയേഴ്സിൻ്റെ ഡിഫറൻസിലാണ് നിൽക്കുന്നത്, അല്ലേ? നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നല്ല, എന്നാൽ നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണിത്. കിങ് ഓഫ് വോൺസും കൂടി വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ 5 of Swords ഒക്കെ ഉണ്ട്, 9 of Swords ഉണ്ട്. കുറച്ച് പ്രശ്നമാണ്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കേട്ടോ. ക്യാഷിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്, പൈസയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. തേർഡ് പാർട്ടി ആയതുപോലും മേ ബി പൈസയുടെ കാര്യമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. മേ ബി നിങ്ങൾക്ക് അത്ര ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് നല്ലതല്ലായിരിക്കാം. നിങ്ങളുടെ കരിയറിൽ കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ആയത് ഏറ്റക്കുറച്ചിലുകളുള്ള ഒരു കരിയർ പോലെ, ഓപ്പർച്യൂണിറ്റീസ് ചിലർക്ക് കിട്ടാത്ത പോലെ. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സാറ്റേൺ, നിങ്ങളുടെ കർമ്മ ബലപ്പെടുത്തുക. ഓക്കെ.
ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അതായത് എസ്പെഷ്യലി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ക്ലോക്കിൻ്റെ ഒക്കെ പൊസിഷൻസ് മാറ്റും. നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും വാസ്തു പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. കുറച്ച് ക്ലട്ടർ പോലെ കാണുന്നു. മാരീഡ് ആയിട്ടുള്ളവരുണ്ടാവാം ഇതിൽ. പൈൽ നമ്പർ 2 സിംഗിൾ പാരൻ്റൽ എനർജി കാണുന്നു. സിംഗിൾ എനർജി കാണുന്നുണ്ട്, സിംഗിൾ പാരൻ്റൽ എനർജി കാണുന്നുണ്ട്. കിങ് ഓഫ് വോൺസ് ആണ്. അതിൻ്റെ കിങ് എന്ന് പറയുന്നത് മാരീഡായ ആളാണ്. അപ്പോൾ ഈ വ്യക്തി ഒരു റീയൂണിയന് വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം, ഞാനിത് തിരിച്ചു വേണമെന്ന് ആഗ്രഹിച്ച സമയത്തൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇനി വേണ്ടാന്നൊക്കെ. ഓക്കെ, എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ? നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എല്ലാം നടക്കണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്റ്റിൽ ഇത് ജനറൽ റീഡിംഗ് ആണ്, എന്നാലും തിരിച്ചു വരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് നടക്കില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് കാരണം ഇതിലൊരു കണ്ണിങ്നെസ് ഉണ്ട്. ഓക്കെ, ഈ വ്യക്തി അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ഒന്നുമല്ല. അപ്പോൾ ഇത് വേണമെന്ന് നിങ്ങൾ കൂടി മനസ്സുകൊണ്ട് വിചാരിക്കുന്ന സമയം മാത്രമേ ഈ കാര്യം നടക്കുള്ളൂ. വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ പൈൽ നമ്പർ 2 പ്രോപ്പർ മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓറ പവർ കൂട്ടുക, അതിനു വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുക, ചക്ര ആക്ടിവേഷൻ ടെക്നീക്സൊക്കെ ചെയ്യുക. ഇത് വേണം എന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അത് നിങ്ങളുടെ തീരുമാനമാണ്. ഇൻറ്റ്യൂട്ടീവ്ലി എനിക്ക് കിട്ടുന്നത് നിങ്ങൾ പലരും റിപ്പീറ്റിംഗ് നമ്പേഴ്സ് കാണുന്നുണ്ടാവാം. മനസ്സിലായോ? അതായത് 999 333 555 777 അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു സമയത്താണത്. മനസ്സിലായി? അപ്പോൾ അത് നിങ്ങളെ ഓർക്കുന്ന സമയം, നിങ്ങളെപ്പറ്റിയുള്ള എന്തെങ്കിലും തോട്ട്സ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ കാണുമ്പോഴോ ആയിരിക്കാം. ഇതിലൊരാൾക്ക് നല്ല സൈക്കിക് എബിലിറ്റീസ് ഉണ്ട്, നിങ്ങൾക്കായിരിക്കാം. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സിനെ ഇൻക്രീസ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് വേണോ വേണ്ടേ എന്നുള്ള കറക്റ്റായ ഡിസിഷൻ എടുക്കാനും നിങ്ങൾക്ക് പ്രാപ്തിയുണ്ട്. മനസ്സിലായില്ലേ? യു ഹാവ് ദ പവർ. അപ്പോൾ നിങ്ങൾ സിങ്ക്രണസിറ്റീസ് കാണുന്ന സമയത്ത് ഈ പേഴ്സണുമായിട്ട് കണക്റ്റ് ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത് രണ്ട് സൈഡിൽ നിന്നിങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അത് പെട്ടെന്ന് നടക്കാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നത്. അപ്പോൾ അത് റീയൂണിയൻ വേണ്ടവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് ഒരു കോളോ ഒരു മെസ്സേജോ എന്തെങ്കിലും ഒന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ, പോസിറ്റീവ് ആക്ഷൻ ഉണ്ടായതിന് ശേഷം മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു റീതിങ്കിന് പോകാവൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അല്ലെങ്കിൽ അത് മുൻപത്തെ പോലെ തന്നെ വീണ്ടും ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ആകാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം എന്താണെന്നുള്ളത് കിട്ടണം. നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഈ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേറ്റസ് എന്താണ് അത് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ ഇത് ഫ്ലേട്ടിംഗ് ആയിട്ട് കൊണ്ടുപോകാനാണോ, അതോ ഒരു സോളിഡ് റിലേഷൻഷിപ്പാക്കി കൊണ്ടുപോകാനാണോ, എന്താണ് മാരേജിലേക്ക് കൊണ്ടുപോകാനാണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക വ്യക്തമായി. എന്നിട്ട് മാത്രം ഒരു എസ് ഓർ നോ പറയുക. എടുത്ത് ചാടി ഡിസിഷൻസ് എടുക്കരുത്. ഓക്കെ, കാരണം ഈ പേഴ്സൺ കുറച്ച് ഉഴപ്പാണ്. അത് സ്ട്രോങ് ഡിസിഷൻസൊക്കെ എടുക്കാൻ കുറച്ച് മടിയുള്ള എന്നാൽ ഇതിൽ വിൻ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമാണ്. ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടണം. ഇപ്പോൾ അവിടെ അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുക, അങ്ങോട്ട് പോവുക. ഇങ്ങോട്ടേക്കാണെങ്കിൽ ഈ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുന്ന സ്വഭാവം നല്ലതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ സ്ട്രോങ് ആവണം. ഈ പേഴ്സൺ സ്ട്രോങ് ആവണമെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആവണം. അത് നിങ്ങൾ സ്ട്രോങ് ആയി കഴിയുമ്പോൾ ഇത് എല്ലാ പ്രശ്നങ്ങളും കഴിയും. ഓക്കെ, അൺകണ്ടീഷണൽ ലവ് ആണെന്നൊക്കെ പറയുന്നു, ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. ഒക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. വേണ്ടാന്ന് പറയുന്നു. വേണ്ടെങ്കിൽ വേണ്ട, പോ. ഓക്കെ, അപ്പം നിങ്ങളുടെ തീരുമാനമാണ്.
ഓക്കെ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പം നമ്മുടെ ഫയൽ നമ്പർ 2 റീഡിങ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.